ഇതിനകത്ത് ഏഷ്യാനെറ്റ് എന്ന ചാനൽ നടത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ടിംഗ്, വളരെ തരം താഴ്ന്ന റിപ്പോർട്ടിംഗാണ്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഈ വിഷയത്തിൽ. കാരണം അവരുടെ നൗഫൽ ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ആ കാലത്ത് അയാൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റായ റിപ്പോർട്ടർ, അതായത് SDPIക്ക് വേണ്ടി പണിയെടുക്കുക. എനിക്ക് തോന്നുന്നു അയാൾ SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ പ്രവർത്തകനായിരിക്കാം. അതിനുശേഷമായിരിക്കും ഈ പണിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇയാൾ ചെയ്തേക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ മാഷിനെതിരെ തുടർച്ചയായി ഇത്തരം വാർത്തകൾ നൽകുന്നത് കൂടാതെ മറ്റൊരു പെൺകുട്ടിയെ ഈ പത്മരാജൻ മാഷ് ഇതേ രീതിയിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന് അതൊരു ബൈറ്റ് പോയിട്ടുണ്ട്. സിക്ക് ഓർമ്മയുണ്ടാവും, രഞ്ജിത്തേട്ടനൊക്കെ ഓർമ്മ. വളരെ ഗുരുതരമാണ് വിഷയം. അതായത് ഒരു പോക്സോ കേസ് പത്മരാജൻ മാഷക്കെതിരെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് മറ്റൊരു ബൈറ്റ് പോവുകയാണ്. ഈ മാഷ് ഇതേപോലെ തന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഇന്നേ വരെ മൊഴി നൽകിയിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടി എവിടെ പോയിരിക്കും? അപ്പോൾ ഈ നൗഫൽ ബിൻ യൂസഫ് ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തതെന്ന് വ്യക്തമാണ്. പിന്നെ നൗഫൽ ബിൻ യൂസഫ് പോട്ട്, അത് അയാളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അയാൾ പഴയ SDPIയോ ഇനിയും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളോ എന്തുമാകട്ടെ, അതല്ല വിഷയം. പക്ഷേ ഈ ചാനൽ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലാണ്. ആ ചാനലിൻ്റെ നേതൃത്വം ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. കാരണം ഈ കേസിൽ മാഷിനെ കുറ്റവിമുക്തമാക്കുന്ന കാലഘട്ടം വിദൂരമല്ല. ആ സമയത്ത് അന്ന് ഈ മാഷിനെതിരെ ഈ രീതിയിൽ തെറ്റായ വാർത്തകൾ നൽകി കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കേരളത്തിലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് നിങ്ങൾ ഈ നിലപാട് വിശദീകരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകും. അത് അധികം വിദൂരമാകില്ല.